അതാണ് കഥയുടെ ക്ലൈമാക്സ്. എന്താണ് ശബ്ദം മുഴങ്ങുന്നത്? ഇയാൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങുമ്പോഴേക്ക്, അല്ലെങ്കിൽ ആ പെണ്ണൊരുങ്ങുമ്പോഴേക്ക് ഉടനെ എന്താണ് സംഭവിക്കുന്നത്? എന്താണിത് എന്നൊരു അലർച്ച, ഒരു ശബ്ദം. ആരാണൊന്നുമില്ല, എന്താണൊരു ശബ്ദം കേട്ടില്ലേ? അതോടൊപ്പം ശേഷം ഷാദുലി മാളിയെ വലിച്ചൊരേറ്, മാളിനായി ശിഷ്യന്റെ പേര്, ഇയാളെ വിളിച്ചൊരൊറ്റ ഏറാണ്. എറിഞ്ഞൂന്ന് മാത്രല്ല, വീണ സ്ഥലത്ത് ആരെയും കാണാനില്ല. അവസാനം എല്ലാം ഇയാൾക്ക് മനസ്സിലായി. ഇന്നലെ എന്റെ ശൈഖിനെ കുറിച്ച് മനസ്സിൽ തോന്നിയതിനുള്ള മറുപടിയാണ് ഇപ്പൊ ഈ കിട്ടിയത്. എന്റെ ശൈഖ എന്നെ വലിച്ചെറിഞ്ഞത്, എന്റെ ശൈഖാണ് ഇപ്പൊ എന്നെ നിയന്ത്രിച്ചത്. മാത്രല്ല അവസാനം ശൈഖിനെ സമീപിച്ചപ്പോ ശൈഖ് പറയാണ്, ഓ മാളി, നീ എന്നെ കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞതിനെതിരിൽ ചിന്തിച്ചില്ലേ? ഇന്ന് ഞാൻ നിന്നെ രക്ഷിക്കുകയും ചെയ്തില്ലേ? അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ശൈഖാവൂല. എന്താ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത്? ഒരു മുരീദും ഒരു ശൈഖും തമ്മിലെ ബന്ധാണിത്. ഒരു തരീക്കത്തിലൊരാൾ മെമ്പറായി കഴിഞ്ഞാൽ ഇവര് ശൈഖുമാരെന്ന് പരിചയപ്പെടുത്തുന്ന മുജാഹിദുകൾക്കിട്ട് വലിയൊരു ആരോപണം ഉണ്ടല്ലോ. എന്താണ്? അവർ ഔലിയാക്കളെ തള്ളുന്നു. ഞങ്ങൾ ഒരു ഔലിയാക്കളെയും തള്ളുന്നില്ല, അള്ളാഹുവിന്റെ വലിയകളെ മുഴുവൻ അംഗീകരിക്കുന്നു. പക്ഷേ ഖുർആൻ രണ്ടു തരം ഔലിയാക്കളെ പറയുന്നുണ്ട്. ഒന്ന് ഔലിയാ ഉല്ലാഹ്, അത് മുജാഹിദുകൾ ഇരു കൈയും നീട്ടി ആ കൽപ്പനകൾ മുഴുവൻ സ്വീകരിക്കുന്നു, ജനങ്ങളോട് ആ ഗ്രൂപ്പിലാവാൻ പ്രബോധനം നടത്തുന്നു. അതേ അവസരത്തിൽ റബ്ബദ മറ്റൊരു ഗ്രൂപ്പിനെ പറയുന്നുണ്ട്, ഔലിയാ ഉശ്ശൈത്താൻ, ഔലിയാ ഉശ്ശൈത്താൻ, പിശാചിന്റെ വലിയകൾ. അവർക്ക് പിന്നെ നിസ്കരിക്കുന്നത് കാണൂല, നോമ്പെടുക്കുന്നത് കാണൂല, ഒരു തടിയൊന്നല്ല 40 തടിയാണ്. ചിലർക്ക് ഗ്രേഡ് കൂടിയാൽ 360 തടിയാണ്. അവർ 360 സ്ഥലത്ത് പ്രത്യക്ഷപ്പെടും. അമ്പംകുന്നിലെ ബീരാനൗലിയപ്പാപ്പാനെ മണ്ണാർക്കാട്ടും കണ്ടവരുണ്ട്, കട്ടുപ്പാറയിലും കണ്ടവരുണ്ട്, അതാ പെരിന്തൽമണ്ണയിലും കണ്ടവരുണ്ട്, അതേ അവസരത്തിൽ മക്കത്തും മുക്കത്തും കണ്ടവരുണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലത്തും കാണുകയാണ്. കാരണം ഇവർക്ക് എമ്പാടും തടികളാണ്, ഒരുപാട് ശരീരങ്ങളാണ്. ഇങ്ങനെ ഒരു വലിയ മുജാഹിദ് പ്രസ്ഥാനത്തിന് വിശ്വാസമല്ല. ഇങ്ങനെ ഒരു വലിയ ഞങ്ങളുടെ നേതാവ് പഠിപ്പിച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ ലോകത്തൊരു നല്ല മനുഷ്യൻ, അതുപോലത്തൊരു നല്ല മനുഷ്യൻ വന്നിട്ടില്ല, ഇനി വരില്ല. അങ്ങനെയുള്ള നേതാവിന് ഒരൊറ്റ ശരീരമേ ഉണ്ടായിട്ടുള്ളൂ, ഒരൊറ്റ ശരീരം. ആ ശരീരം കൊണ്ടാ ഹിജ്റ പോയത്, ആ ശരീരം കൊണ്ടാ പ്രയാസപ്പെട്ടത്, ആ ശരീരം കൊണ്ടാ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നത്, ആ ശരീരം കൊണ്ടാ മക്കത്ത് ഹജ്ജിന് വന്നത്. എപ്പോഴും ഒരൊറ്റ ശരീരം. ഒരു ശരീരത്തെ ഇവിടെയാക്കി മറ്റൊരു ശരീരത്തെ ഖലീഫയാക്കി പോകുന്ന നേതാവ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനത്തെ ഒരു നേതാവായിരുന്നില്ല. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമദാ മദീന വിട്ടാൽ മദീനത്തെ പള്ളിയിലതാ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂബിനെ ഖലീഫയാക്കും. അങ്ങനെ പലരെയും ഖലീഫയാക്കിക്കൊണ്ട് നേതാവ് പുറത്തു പോകും. ഞാനെന്തിന് മറ്റുള്ളവരെ ഖലീഫയാക്കണം? എനിക്കൊരുപാട് തടിയല്ലേ, എനിക്കൊരുപാട് ശരീരങ്ങളല്ലേ? നേതാവ് അത് ചിന്തിച്ചിട്ടില്ല, അവിടുത്തേക്ക് അത് പരിചയമില്ല. കാരണം അവിടുത്തേക്ക് കിട്ടുന്ന വഹയുകൾ മുഴുവനും അല്ലാഹു റബ്ബുൽ ആലമീനിൽ നിന്നാണ്. എന്നാൽ ഇത്തരം വികൃതി വിശ്വാസക്കാർക്ക് കിട്ടുന്ന വഹയുകൾ മുഴുവനും ഇന്ന ശൈത്താന ലയുഹൂന ഇലാ ഔലിയാഇഹിം, ശൈത്താൻ അവന്റെ ഔലിയാക്കൾക്ക് കുറച്ച് വഹയൊക്കെ കൊടുക്കുന്നുണ്ട്, അതാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതാ ഈ വിശ്വാസമാണ് ജനങ്ങളെ അതിലേക്ക് നയിക്കുന്നത്. ആ വിശ്വാസപ്രകാരമാണ് ഇന്ന് പലരെയും വിളിച്ച് തേടുന്നത്. മുഹീദ്ദീൻ ശൈഖിനോട് തേടുന്നു, മമ്പുറത്തെ തങ്ങളോട് തേടുന്നു, ഇർവാടിയിലെ ഇബ്രാഹിം ബാദുഷയോട് തേടുന്നു, അതുപോലെ തന്നെ അജ്മീറിലെ ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയെ വിളിച്ച് തേടുന്നു. അങ്ങനെ പലരെയും തേടുമ്പോഴും എല്ലാവരും വിശ്വസിക്കുന്നത് എന്താണ്? ഞാൻ ഈ തേടുമ്പോൾ എന്റെ ശൈഖ് എന്നെ കാണുന്നു, എന്നെ അറിയുന്നു, എന്നെ മനസ്സിലാക്കുന്നു, എന്റെ വികാരങ്ങൾ അറിയുന്നു, എന്നെ സഹായിക്കുന്നു. ഇത് സമാധാനത്തിന്റെ സന്ദേശത്തിന് എതിര് തന്നെ. കേട്ടോ ഒരു സംഭവം, എന്താ വായിക്കാൻ പോകുന്നത്? എന്താ ശരിക്ക് കേട്ടോ. ഈ സമുദായത്തെ എവിടെയാ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് മനസ്സിലാക്കാനാ. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോ എന്താ വേണ്ടത് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. എന്താ പറയുന്നത്? ശൈഖിന്റെ ഉത്തരം ആഗ്രഹിക്കുന്നവർ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കാനുള്ള നിയമം പറയാൻ. മുഹീദ്ദീൻ ശൈഖിന്റെ ഉത്തരം ആഗ്രഹിക്കുന്നവർ ഭൗതികമോ പാരത്രികമോ ഏത് ആവശ്യമായാലും, എന്താവശ്യം വന്നാലും എന്ത് ചെയ്യണം? തിങ്കളാഴ്ച രാത്രി സുബഹിക്ക് മുമ്പായി എണീറ്റ് നന്നായി വുളൂ ചെയ്ത് ആവശ്യത്തിനുള്ള നിസ്കാരം എന്ന നിയത്തോടുകൂടി അല്ലാഹുവിന് 2 റക്അത്ത് നിസ്കരിക്കണം.
ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 11 വട്ടം സൂറത്തുൽ കാഫിറൂനയും രണ്ടാമത്തേതിൽ ഫാത്തിഹയ്ക്ക് ശേഷം 11 വട്ടം ഇഖ്ലാസ് സൂറത്തും ഓതണം. സലാം വീട്ടി പിന്നെയും 11 വട്ടം ഇഖ്ലാസ് ഓതണം. പിന്നെ ഗൗസിന്റെ സാന്നിധ്യം ഉണ്ടാകണേ എന്ന് 11 പ്രാവശ്യം പറയണം. ബിഹാദിഹി സിഫ യാ സയ്യിദി അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ എന്ന് 11 തവണ വിളിക്കണം. പിന്നീട് കിഴക്കോട്ട് 11 അടി നടക്കണം. എന്തൊരിടങ്ങേറ്! പിന്നെ കിഴക്കോട്ട് 11 അടി നടക്കണം. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും കിഴക്കോട്ട് തന്നെ പോണട്ടോ. കിഴക്കോട്ട് 11 തന്നെ ആവണം. 12 പറ്റില്ലേ, 10 ആയിക്കൂടാ. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും എന്ത് ചെയ്യണം? യാ ശൈഖ് അബ്ദുൽ ഖാദിർ, യാ ജീലാനി എന്ന് പറയുകയും വേണം. അതിന്റെ ശേഷം നല്ലൊരു പാട്ടും നല്ലൊരു ബൈത്തും ചൊല്ലണം. അയുദിരികുനി ലൈമുൻ വഅൻത ദഖീറതി വഉളമു ഫിദ്ദുനിയാ وأنت نصيري وارن لا راعي الحمى وهو في الحمى إذا ظل في البيداء قال بعيري. എന്റെ രക്ഷാകർത്താവ് നിങ്ങളായിരിക്കുമ്പോൾ എനിക്കുണ്ടോ വല്ല ദ്രോഹവും ഏൽക്കുന്നു? പാട്ടിന്റെ അർത്ഥമാ പറയുന്നത്. എന്റെ രക്ഷാകർത്താവ് നിങ്ങളായിരിക്കുമ്പോ മുഹീദ്ദീൻ ശൈഖ് എന്നെയുണ്ടോ വല്ലവരും ദ്രോഹിക്കുന്നത്? ഒരിക്കലുമില്ല. നിങ്ങൾ എന്റെ സഹായിയായിട്ടുണ്ടാകുമ്പോൾ ദുനിയാവിൽ ഞാൻ ആക്രമിക്കപ്പെടുകയോ അതും ഉണ്ടാകൂല. ഒരു ഫോറസ്റ്റ് കാവൽക്കാരനായ ഇടയൻ ആ സങ്കേതത്തിൽ തന്നെ ഉണ്ടായിരിക്കുമ്പോൾ ഒരു ഒട്ടകത്തിന്റെ കയറ് പോലും ആ വനത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് പോരായ്മയല്ലേ? അതുകൊണ്ട് ആ അപമാനം അങ്ങേക്കുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അങ്ങന്റെ രക്ഷകനായി ഉള്ളപ്പോൾ എനിക്കൊന്നും പേടിക്കാനില്ലല്ലോ. ഇതും പറഞ്ഞിട്ട് യാ സയ്യിദി അബ്ദുൽ ഖാദിർ യാ ജീലാനി ബിമദദിക വഗിയാസതിക അദ്രികിനി എന്നങ്ങ് തേടിയാൽ നിന്റെ ലക്ഷ്യങ്ങളെല്ലാം ശൈഖ് സാധിപ്പിച്ചു തരുന്നതാണ്. നോക്കൂ, ഇങ്ങനെ ഒരാൾ ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ സമസ്തക്കാര്. അയ്യോ, അത് പറയേണ്ടിയിരുന്നില്ല. ആൾ ദൈവം ഒന്നും പറയണ്ട, എന്തായാലും നമ്മളെ ശൈഖല്ലേ, ശൈഖ് ഇതിന് ഉത്തരവാദിയല്ലല്ലോ. ശൈഖ് ഇങ്ങനെ പറഞ്ഞോ? ശൈഖ് ഇങ്ങനെ പഠിപ്പിച്ചോ? ശൈഖ് മുരീദന്മാർക്ക് കൊടുത്ത ക്ലാസ്സുകളിൽ ഇങ്ങനെ പറഞ്ഞോ? ശൈഖ് എന്താ പറഞ്ഞത്? നിനക്കേത് പ്രശ്നമുണ്ടെങ്കിലും സിഖ് ബില്ലാഹ്, നാഥനെ പിടിച്ചോ, റബ്ബിനോട് പറഞ്ഞോ എന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ, ആ ശൈഖിനെ ദൈവമാക്കുകയാണ്. ദൈവം എന്ന് പറഞ്ഞില്ലെങ്കിലും ഏത് പ്രശ്നവും പരിഹരിക്കാൻ മഹാനവർക്ക് കഴിയുമെന്ന് പറയുകയാണ്. അദ്ദേഹത്തിന് കഴിയുമെന്ന് പറയുകയാണ്. ഏതുപോലെ അതാ ക്രിസ്ത്യാനികൾ അതാ ഈസാ അലൈഹിസ്സലാം എല്ലാത്തിനും കഴിവുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇലാഹാക്കുന്നു, പൂജിക്കുന്നു, ആരാധിക്കുന്നു. കന്യാമറിയമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓ, അത് കുഴപ്പമില്ല. യേശുവെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്ക്. യാ ഈസാ അലൈഹിസ്സലാം എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ തൗഹീദ്. ഓ ഓ കന്യാമറിയമേ എന്ന് വിളിക്കാൻ പാടില്ല, അത് ക്രിസ്ത്യാനികളെ വിളിയാണ്. മാപ്പിളാരെന്ത് വിളിക്കണം? യാ വലിയത്തുല്ലാഹി മറിയം, യാ വലിയത്തുല്ലാഹി മറിയം, അല്ലാഹുവിന്റെ വലിയത്തായിരിക്കുന്ന മറിയം ബീവിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ തൗഹീദ്. കൊട്ടപ്പുറം സംവാദത്തിന്റെ ഗ്രൗണ്ടിൽ വെച്ച് ഒരു നേതാവ് പറഞ്ഞ ആദർശമാണിത്. ഇങ്ങനെയുണ്ടോ ഒരു വർഗീയത ഇസ്ലാമിൽ? ഇല്ല, ഇല്ല. ചിലരൊക്കെ അങ്ങനെയാ മനസ്സിലാക്കിയത്. മറ്റോരോ മഠത്തിലും ചർച്ചിലൊക്കെ പോയ ശിർക്ക്, ഇവിടെ വന്ന തൗഹീദ്. അങ്ങനെയൊന്നുമില്ല. പക്ഷേ അതിപ്പോ ആളുകൾക്ക് ബോധ്യായി, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ സൗഹാർദ്ദം വേണം. സൗഹാർദ്ദം വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളൊക്കെ ആചാരങ്ങൾ അവരും ചെയ്യാ, നമ്മളുടെ അവരും ചെയ്യാ, അവരത് നമ്മളും ചെയ്യാ. ഇങ്ങനെ ഒരു അവിയൽ മുന്നണിയായിട്ട് സൗഹാർദ്ദ അന്തരീക്ഷത്തിലൂടെ പോയാൽ സമാധാനം ഉറപ്പ്. നമ്മുടെ ശൈഖുനാക്ക് അങ്ങനെ തോന്നി. മൂപ്പര് പറഞ്ഞത് എന്താണെന്നറിയോ? സൗഹൃദം എന്നൊരു ലേഖനം എഴുതി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം സൗഹൃദം എന്ന് പറയുന്ന ഒരു ലേഖനം, ആ ലേഖനത്തിൽ അദ്ദേഹം പറയാണ്, എന്താ പറയുന്നത്? മുസ്ലിമീങ്ങളും മറ്റോരും തമ്മിലുള്ള സൗഹാർദ്ദത്തെ ഒന്ന് മുഴപ്പിച്ച് കാണിക്കുകയാണ്. കേട്ടോളൂ എന്താ പറയുന്നത്. വടക്ക് മഞ്ചേശ്വരം ഉദ്യാവർ മുതൽ കേരളത്തിലെ ഓരോ ഉത്സവങ്ങളെയും നേർച്ചകളെയും എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഉത്സവങ്ങളിൽ മുസ്ലിമീങ്ങൾക്കും നേർച്ചകളിൽ ഹിന്ദു സഹോദരന്മാർക്കും പങ്കെടുക്കാനുള്ള ചടങ്ങുകൾ തന്നെ കാണാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സൂഫിവര്യന്മാരുടെ മക്ബറകളും ദർഗകളും അന്നും ഇന്നും സർവമതസ്ഥരുടെ
ശത്രുക്കളുടെയും ആ ഭയകേന്ദ്രമാണ്. ആരാ മുസ്ലിമേ ഇത് പഠിപ്പിച്ചത്? അങ്ങനെയുണ്ടോ ഇസ്ലാമിൽ? ഇസ്ലാമിൽ ഇങ്ങനെയുണ്ടോ? മഞ്ചേശ്വരം ഉദ്യാവര മുതൽ ഈ കേരളത്തിൽ മുഴുവൻ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മളും പോയിട്ട് കൈകൂപ്പി അവിടുത്തെ ഉത്സവങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ കുറെ ചടങ്ങ്. നമ്മുടെ പള്ളിയുടെ നമ്മുടെ പുത്തമ്പള്ളിയിലും അതുപോലെ തന്നെ മമ്പറത്തൊക്കെ വന്ന അവിടെ തട്ടും മുട്ടൊക്കെ നടത്തിയിട്ട് ചില ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാം, മറ്റൊരുക്കും ഒരു ചടങ്ങ്. ഇതിനെങ്ങനെ സ്വീകരിക്കാനും ഇതാണ് സൗഹാർദ്ദം എന്ന് പഠിപ്പിക്കപ്പെടുമ്പോ തെറ്റിപ്പോയി സഹോദരന്മാരെ. ഇതിൽ മുജാഹിദ് പ്രസ്ഥാനം ഇടപെടുന്നു. എന്തുകൊണ്ട് ഇടപെടുന്നു? നിങ്ങൾ പണ്ടേ മതസൗഹാർദ്ദത്തിനെതിരല്ലേ? അല്ല, എല്ലാവരും തമ്മിലടിപ്പിക്കാനാ. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? ഈ രാജ്യത്തുള്ള ഹിന്ദുവും മുസ്ലിമും ഒക്കെ ആചാരങ്ങളെ കൊണ്ടും കൊടുത്തുമുള്ള സൗഹാർദ്ദമാണോ? അല്ലേ? അല്ല, വല്ലാഹി അൽഫ വല്ലാഹി അല്ല. അങ്ങനെ ഒരു സൗഹാർദ്ദം ഇസ്ലാമിലില്ല. അതുണ്ടെങ്കിൽ നമ്മുടെ നേതാവ് ആദ്യം കാണിച്ചു തരും. രാജ്യത്തെ ഏറ്റവും വലിയ കുഴപ്പക്കാരനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അബൂജഹൽ പറഞ്ഞപ്പോ അതിന് മറുപടി പറയാൻ വേണ്ടിയെങ്കിലും ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാനും നിങ്ങളൊക്കെ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആവാം എന്ന് വിചാരിച്ചോ നേതാവ്? ഇല്ലല്ലോ. അഡ്ജസ്റ്റ്മെന്റുമായി കൊണ്ട് വന്നവരോട് മുഖത്തു നോക്കിക്കൊണ്ട് കാരുണ്യത്തിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതം, എനിക്കെന്റെ മതം. അതിൽ യാതൊരു നിലക്കുള്ള അഡ്ജസ്റ്റ്മെന്റുമില്ല. അതേ അവസരത്തിൽ ആ നേതാവ് ഈ ലോകത്തോട് പറഞ്ഞു, നിന്റെ അയൽക്കാരൻ ക്രിസ്ത്യാനിയായ ജോസഫാണെങ്കിലും ഹൈന്ദവനായ കൃഷ്ണനാണെങ്കിലും ആരാവട്ടെ, ഏത് മതക്കാരനാണെങ്കിലും അയൽക്കാരന്റെ മതം നോക്കാൻ പറഞ്ഞില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചാഹരിക്കുന്നവൻ യഥാർത്ഥ മുസ്ലിമല്ലെന്ന് അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ അയൽക്കാരന്റെ മതം നോക്കാൻ പറഞ്ഞില്ല, അവന്റെ ജാതി നോക്കാൻ പറഞ്ഞില്ല. അവന്റെ വീട് ചോർന്നൊലിക്കുമ്പോൾ, അവന്റെ കുട്ടികൾ കഷ്ടപ്പെടുമ്പോൾ, അവൻ ആക്സിഡന്റിൽ പെടുമ്പോൾ, അവന്റെ വീട് കത്തിയെരിയുമ്പോൾ അതൊരു ഹൈന്ദവന്റെതല്ലേ, ക്രൈസ്തവന്റെതല്ലേ എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നവൻ മുസ്ലിമല്ലല്ലോ. മനുഷ്യരെന്ന നിലക്കുള്ള സ്നേഹമുണ്ട്, സൗഹാർദ്ദമുണ്ട്, കാരുണ്യത്തിന്റെ പ്രവാചകനതാ ഈ ലോകത്തെ ഇടപാടുകൾ അവരോട് നടത്തിയിട്ടില്ലേ? എന്തേ? മദീനയിൽ അള്ളാന്റെ റസൂലിന് ഗോതമ്പ് കടം കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ്. അതാ നേതാവ് വഫാത്താകുമ്പോ തന്റെ പടയങ്കി ഒരു ജൂതന്റെ വീട്ടിൽ പണയപ്പെടുത്തിക്കൊണ്ടല്ലേ അവിടുന്ന് അല്പം ഗോതമ്പ് കടം വാങ്ങിയിട്ടുള്ളത്. അതാ ആ നിലക്ക് ഒരു യഹൂദിയോട് ഇടപാട് നടത്തുമ്പോ അതവന്റെ ആദർശം നോക്കേണ്ടതില്ല, അവന്റെ മതം നോക്കേണ്ടതില്ല. ഭൗതികമായ കാര്യങ്ങളിൽ മനുഷ്യരെന്ന നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ആവശ്യമായി വരും, സൗഹാർദ്ദങ്ങൾ ആവശ്യമായി വരും. അവിടെ മതം നോക്കണ്ട, അവിടെ ജാതി നോക്കണ്ട. എല്ലാവരും മനുഷ്യരെന്ന നിലക്ക് കാരുണ്യം കാണിക്കണം, സ്നേഹം കാണിക്കണം എന്ന് പഠിപ്പിച്ച നേതാവ് ഒരൊറ്റ അവസരത്തിലും ഒരു ജൂതന്റെ ആഘോഷത്തിൽ പങ്കെടുത്തുവോ, ക്രിസ്ത്യാനിയുടെ ആഘോഷത്തിൽ പങ്കെടുത്തോ, മുശ്രിക്കിന്റെ ഉത്സവത്തിൽ പങ്കെടുത്തോ, അവന്റെ വേലകളിൽ പങ്കെടുത്തോ, അവന്റെ ജാരൂപത്തിലുള്ള വിഗ്രഹങ്ങളെ കൊളുത്തിയിട്ടുള്ള സ്ഥാപിച്ചിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് പോയോ, അതിനെ ഒന്ന് കൈകൊണ്ടാങ്ങി കാണിക്കുകയെങ്കിലും ചെയ്തോ? അതിനെ നമിക്കാൻ പറഞ്ഞു പോയില്ലല്ലോ. സൗഹാർദ്ദമെന്ന് പറയുന്നത് ആദർശങ്ങൾ കൊണ്ടും കൊടുത്തുമായിരിക്കൂടാ. മനുഷ്യര് തമ്മിൽ സൗഹാർദ്ദം, സ്നേഹം, അതാ ഇസ്ലാം പറയുന്നത്, അതാ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. അതിലാർക്കാ തർക്കം? എല്ലാവരും എല്ലാവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ. ഒരു ക്ഷേത്രവും തകർക്കപ്പെട്ടുകൂടാ, ഒരു പള്ളിയും ആക്രമിക്കപ്പെട്ടുകൂടാ. ഒരു ആരാധ്യനായ നാഥന്റെ മുമ്പിൽ നമിക്കുമ്പോൾ ഒരാളും പോയി ഒരു നിലക്കും ചെയ്യരുത്, ആക്രമിക്കരുതെന്ന് പഠിപ്പിച്ചില്ലേ നേതാവ്? യുദ്ധത്തിന് വേണ്ടി സഹാബത്തിനെ പറഞ്ഞേക്കുമ്പോൾ വരെ പറഞ്ഞു, സ്ത്രീകളെ കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത്. ചർച്ചുകളിലും മഠങ്ങളിലുമൊക്കെ ആരാധനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പാതിരിമാരെ, ബിഷപ്പുമാരെ, പോപ്പുമാരെ ആക്രമിക്കരുതെന്ന് പറഞ്ഞില്ലേ? ഇസ്ലാമിന്റെ സൗഹാർദ്ദം അവിടെയാണ്. പക്ഷേ എന്ന് വിചാരിച്ച് അതാ നിങ്ങളുടെ ആചാരങ്ങളൊക്കെ നിങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം ഉണ്ടാവുമ്പോൾ ഞങ്ങളും തേങ്ങ തരാ, ഞങ്ങളും അവിടെ വന്നൊന്ന് കുമ്പിടാ, ഞങ്ങളുടെ വക അവിടേക്ക് എല്ലാ സപ്പോർട്ടും. ഇവിടെ ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടേതായ ഈ ദർഗയിലൊക്കെ പരിപാടി ഉണ്ടാവുമ്പോൾ നിങ്ങളും വരിക, ഒന്ന് ചെണ്ടക്കൊന്ന് മുട്ടുക, ഒന്ന് വലം വെക്കുക, ഒന്ന് തുള്ള, ഒന്ന് കോയിനർക്കുക, ഒന്ന് ചോരൊക്കെ കുടിക്കാവുന്ന മദ്യൊക്കെ വിളമ്പ. ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല, അങ്ങനെ ഒരു സൗഹാർദ്ദം ഇസ്ലാമിൽ ഇല്ല. ആദർശത്തിന്റെ കാര്യം വരുമ്പോൾ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. അതേ അവസരത്തിൽ മാനുഷിക പ്രശ്നം വരുമ്പോൾ നീ ഹിന്ദുവാണ്, നിന്നെ ഞാൻ സഹായിക്കില്ല, നീ ക്രിസ്ത്യാനിയാണ്, നിന്നെ ഞാൻ സഹായിക്കില്ല. നേതാവ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും വലിയ സൗഹാർദ്ദത്തിന്റെ മാതൃക ലോകത്ത് മുഴുവൻ, അതാ ആഗോളതലത്തിൽ തന്നെ
അപ്പോ ചിലരൊക്കെ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ, സൗഹാർദ്ദം വേണമെന്നുണ്ടെങ്കിൽ എല്ലായിടത്തേക്കും പോകണം എന്ന് മാത്രല്ല, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്കും പോവുകയാണ്, ഓരോ കേന്ദ്രങ്ങളിലേക്കും പോയിട്ട് എന്താ, നേരത്തെ ഷെയ്ഖ് അനുവാദം കൊടുത്തല്ലോ. എന്താണ് ഷെയ്ഖ് അനുവാദം കൊടുത്തത്? മഞ്ചേശ്വരത്ത് ഉദ്യാവർ മുതൽ എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷെയ്ഖുനാന്റെ വാക്ക് കേട്ടപ്പോ ശിഷ്യനായ സഖാഫി ആദ്യം തന്നെ ഉദ്ഘാടനം ചെയ്തു. ശിഷ്യനായ സഖാഫി പോവുകയാണ്. കണ്ടോ, മതസൗഹാർദ്ദത്തിന്റെ ഹസ്തവുമായി സഖാഫി സത്രശാലയിൽ